സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ESH നഴ്സറി സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ളവരെ, ഈ നഴ്സറി സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ ആയിരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ മക്കളുടെ, കുഞ്ഞുമക്കളുടെ പാട്ടും മറ്റ് പ്രവർത്തനങ്ങളും കളികളുമെല്ലാം നമ്മുടെ മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. ഇത് നല്ല മനോഹരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഓർത്തത്, ഞാൻ കൊച്ചുനാളിൽ ഈ കുട്ടികളുടെ പ്രായത്തിൽ കളരിയിൽ പഠിക്കാൻ പോയതാണ് ഓർത്തത്. കളരി, അന്ന് ആശാൻ കളരികളാണുള്ളത്. ഒരാശാൻ്റെ കീഴിൽ ഒരു 10-16 പിള്ളേർ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ മുതൽ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിപ്പിച്ച്, ഇംഗ്ലീഷല്ല മലയാളത്തിലുള്ള എല്ലാം പഠിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ശിക്ഷണങ്ങളും നൽകിയത് ഞങ്ങളുടെ ഒരു ദാമോദരൻ ആശാൻ എന്ന് പറയുന്ന ആശാനായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് അടിയൊക്കെ തരികയും ചെയ്യും. അങ്ങനെ അങ്ങനെ പഠിക്കുവാനായിട്ട് ആണ് എനിക്ക് അവസരം കിട്ടിയത്. ഞാനിത് പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുനാൾ മുതൽ നല്ല രീതിയിൽ പരിശീലനം കൊടുത്തു വന്നാൽ അവരേതെല്ലാം നിലകളിൽ ഉയർന്നു വരാൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത് വർഷങ്ങളായി നമ്മുടെ ഈ നഴ്സറി സ്കൂള് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അനേക കുട്ടികൾക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം കുഞ്ഞുനാളിൽ മുതൽ പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ച് വരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക. ഒരു തലമുറയ്ക്ക് വാസ്തവത്തിൽ രൂപം കൊടുക്കുന്നത് കുഞ്ഞുനാളിൽ അവർക്ക് നൽകുന്ന പരിശീലനമാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഒരു 4ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിലെ പരിശീലനം അവരുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. കുഞ്ഞുങ്ങൾ കൊച്ചുനാളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ, നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകാതെ ഇരിക്കും. അങ്ങനെ പഠിച്ച് വരുമ്പോൾ ഭാവിയിൽ അവരുയർന്ന് ഓരോ തലങ്ങളിലെത്തുമ്പോഴും അവരുടെ മനസ്സിൽ അവരെ കൊച്ചുനാളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ ഓർമ്മയാണ് അവർക്കുണ്ടാകുന്നത്. ഇവിടെ വർഷങ്ങളായി ഈ നഴ്സറി സ്കൂള് ധാരാളം കുട്ടികളുമായിട്ട് പരിശീലിപ്പിക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിവിടെ പരിപാടികൾക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ഇവിടെ 1-2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. അത് അപ്പോഴെല്ലാം ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുവാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സും മറ്റധ്യാപകരും കാണിക്കുന്ന മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കന്മാർ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. മാതാപിതാക്കന്മാർ കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നഴ്സറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. എത്ര പ്രായമായാലും കുഞ്ഞുങ്ങളത് ഓർത്തിരിക്കും. അവരുടെ കാര്യങ്ങൾ, അവരെ പഠിപ്പിച്ച രീതികൾ, പഠിപ്പിച്ച സാറിൻ്റെ പ്രത്യേകതകൾ ഒക്കെ കുഞ്ഞുങ്ങൾ കൊച്ചുനാളിലെ മുതൽ ഓർത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും അവരെ പരിശീലിപ്പിച്ച് നല്ല മക്കളായിട്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിജനകമായ വിധത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ഈ അധ്യാപകരും ഇവിടെയുള്ള ആളുകളും ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. 4ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ച ഒരു കഥ ഞാൻ ഓർക്കുന്നു. സ്കോട്ട്ലൻഡിലെ ഒരു രാജാവായിരുന്നു റോബർട്ട് ബ്രൂസ് എന്നു പേരായ ഒരാൾ. അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നു. ആ രാജാവ് തൻ്റെ പ്രജകളോട് വളരെ താല്പര്യവും സ്നേഹവുമുള്ള ആളായിരുന്നു. എങ്കിലും ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ നാട് കടത്തിയപ്പോൾ
അദ്ദേഹം ഒരു ഗുഹയിൽ ആണ് താമസിച്ചത്. ആ ഗുഹയിൽ അദ്ദേഹം ഇങ്ങനെ നിരാശപ്പെട്ട് വിഷമിച്ച് ഇരിക്കുകയായിരുന്നു. താൻ ഇത്രയെല്ലാം നന്മകളൊക്കെ ചെയ്തിട്ടും തന്നെ തോൽപ്പിക്കാനായിട്ട് ആളുകൾ വന്നല്ലോ, അങ്ങനെ തോൽപ്പിച്ച് തന്നെ നാട് കടത്തി ഒന്നുമല്ലാതാക്കി ഇവിടെ എത്തിച്ചിരിക്കുന്നു. അതിനെ ഓർത്ത് അദ്ദേഹം മനസ്സ് വിഷമിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഭിത്തിയിൽ ഒരു മൂലയിൽ ഒരു ചിലന്തി വല കെട്ടുന്നത് കണ്ടു. ആ ചിലന്തിയുടെ വല കണ്ടപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു, എന്താണ് ചിലന്തി ചെയ്യുന്നത്. അപ്പോൾ ചിലന്തി ഇങ്ങനെ നൂലൊക്കെ പാകി അത് കഴിഞ്ഞിട്ട് അവസാനം ആ നൂലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരു നൂലിൽ നിന്ന് വേറൊരു നൂലിട്ട് ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിലന്തി ചാടി നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്നപ്പോൾ ആ ഒരു പ്രാവശ്യം ചാടി, 2 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം ചാടി. എന്നിട്ട് ആ ചിലന്തിക്ക് തൻ്റെ ആ നൂല് അവിടെ ഒട്ടിച്ചു വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴത് എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹം നോക്കി നിന്നപ്പോൾ പല പ്രാവശ്യം ചാടി അവസാനം അവിടെ ചാടിയെടുത്ത നൂല് പതിപ്പിക്കാനായിട്ട് ആ ചിലന്തിക്ക് സാധിച്ചു. അങ്ങനെ ആ വല പൂർത്തീകരിക്കുന്നത് അദ്ദേഹം അവസാനം വരെ കണ്ടു നിന്നു. അപ്പോഴന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, ഞാനെന്തിനാണ് നിരാശപ്പെടുന്നത്? ഈ ചിലന്തിയെപ്പോലെ ഞാനും പല പ്രാവശ്യം പരിശ്രമിക്കുകയാണെങ്കിൽ വിജയിക്കും. അതുകൊണ്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. അദ്ദേഹം അവിടെ നിന്ന് പതുക്കെ പോയി തൻ്റെ പ്രജകളെയൊക്കെ എല്ലാം കണ്ടു. രഹസ്യമായിട്ട് സൈന്യത്തെയൊക്കെ കൂട്ടിപ്പിടിപ്പിച്ചു. എന്നിട്ട് തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ എല്ലാം സ്വാധീനത്തോടു കൂടി അദ്ദേഹം യുദ്ധം ചെയ്തു, അയൽ രാജ്യത്തെ കീഴ്പ്പെടുത്തി. എന്നിട്ട് വീണ്ടും രാജാവായി വന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കാണിച്ചു തന്നത് സ്ഥിരോത്സാഹം കൊണ്ട് എന്തും നേടുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ പരാജയപ്പെട്ടാൽ ഈ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പരാജയപ്പെട്ടാലും പല പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ചിലന്തിയുടെ വലയുടെ കാര്യം. എന്ന് പറഞ്ഞതുപോലെ ആ ചക്രവർത്തിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യം ഇതാണ്: നിരന്തരം പരിശ്രമിക്കുക. അതിൽ പരാജയപ്പെട്ടേക്കാം, എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. വിജയിക്കും, എന്നെങ്കിലും വിജയിക്കും എന്ന് നമ്മൾ കരുതുക. അങ്ങനെ സ്ഥിരോത്സാഹം, പരിശ്രമം ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊന്നും കേൾക്കാനൊന്നും വലിയ താല്പര്യം കണ്ടെന്ന് വരില്ല. അവർ കളിയും ചിരിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. എങ്കിലും പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നമ്മൾ വിജയിക്കണമെങ്കിൽ നിരന്തരം പരിശ്രമിച്ച് മുന്നോട്ട് പോകണം. എത്ര പരിശ്രമിച്ചാലും അധികമാവില്ല. വിജയത്തിലെത്താൻ അത് ആവശ്യമാണ് എന്ന് ആ കഥ നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കുട്ടികളുടെ പരിശീലനത്തിൽ ഇവിടുത്തെ അധ്യാപകരാണ്. അധ്യാപകരെ ചെറുപ്പകാലത്ത് നൽകുന്ന പരിശീലനം ആ കുഞ്ഞുങ്ങൾ എല്ലാ കാലവും ഓർത്തിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ ഓരോ നിലയിൽ എത്തിക്കുക എന്നുള്ളത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ദൗത്യമാണ്. അത് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. അവരെ വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. പരാജയപ്പെട്ടാലും അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. മക്കൾ വളർന്നു വലുതായി നല്ല നിലയിൽ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ആ രീതിയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഓരോ വാക്കും, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അവർ സൂക്ഷ്മമായി നോക്കിക്കാണുന്നവരാണ്. അവരെ നല്ല നിലയിൽ എത്തിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ ഉള്ള സംസാരവും പെരുമാറ്റവുമാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതിൻ്റെ ബാക്കി പരിശീലനമാണ് ഇതുപോലുള്ള സ്കൂളുകളിൽ നൽകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നൽകുന്ന പരിശീലനം അവരത് ഓർത്തിരുന്ന് കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ അതിന് പരിശീലിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരുടെ ചുമതലയാണ്. അതേസമയം മാതാപിതാക്കന്മാരുടെയുമാണ്. അപ്പോൾ മാതാപിതാക്കളും ഈ അധ്യാപകരും ചേർന്ന് നല്ല രീതിയിൽ പരിശീലനം നൽകി ഈ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പരിശ്രമമാണ് ജീവിതത്തെ വിജയിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങളെ
ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ വിധത്തിൽ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ പരിശീലനവും പ്രവർത്തനങ്ങളും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മയും നേരുന്നു. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി നല്ല മിടുക്കരായ ആളുകളായി തീരട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഈ സ്കൂളിന്, നഴ്സറി സ്കൂളിന് എല്ലാവിധ വിജയങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. നല്ല കുട്ടികളായി നിങ്ങൾ വളർന്ന് നമ്മുടെ ഈ ഇടവകയ്ക്കും നമ്മുടെ ഈ നാടിനും മിടുക്കരായ ആളുകളായി മാറട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടാലും വിജയിക്കാനായിട്ട് പരിശ്രമിക്കണം. അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യം എന്ന് തിരിച്ചറിയുക. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ സ്കൂളിലെ അധ്യാപകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ പ്രോത്സാഹനവും സ്നേഹവും നൽകി വളർത്തിയെടുത്ത് അവരെ വലുതാക്കി നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു.